രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നടക്കുന്ന നഗരമാണ് ഡൽഹി. പോപ്പുലേഷൻ ഡെൻസിറ്റിയും അമിതമായ വാഹന നിരക്കുമാണ് ഇതിനുള്ള പ്രധാന കാരണം. ഇപ്പോഴിതാ വായുമലിനീകരണം ചെറുക്കാൻ കർശന നടപടികളുമായി ഡൽഹി മുന്നോട്ട് വരുന്നു. ദേശീയ തലസ്ഥാന മേഖലയിലെ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് അടുത്ത മാസം മുതൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം ലഭിക്കില്ല. 15 വർഷമോ അതിൽ കൂടുതലോ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും 10 വർഷമോ അതിൽ കൂടുതലോ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കുമാണ് 2025 ജൂലൈ 1 മുതൽ ഇന്ധനവിലക്ക് വരുന്നത്. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റാണ് എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങൾക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ മാത്രം 62 ലക്ഷം EOL വാഹനങ്ങളെയാണ് നിർദ്ദേശം ബാധിക്കുക. ഇവയിൽ 41 ലക്ഷം ഇരുചക്ര വാഹനങ്ങളും 18 ലക്ഷം 4 ചക്ര വാഹനങ്ങളും ഉൾപ്പെടുന്നു. ദേശീയ തലസ്ഥാന മേഖലയെ കൂടി പരിഗണിക്കുമ്പോൾ 44 ലക്ഷം വാഹനങ്ങൾ കൂടി അധികരിക്കും. ഇതുവഴി കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ ബഹിർഗമനം കുറയ്ക്കുകയാണ് ലക്ഷ്യം. നേരത്തെ വാഹനങ്ങളുടെ പഴക്കം കണ്ടെത്തുന്നതിനുള്ള പ്രത്യേക ക്യാമറ സംവിധാനം ഡൽഹി നഗരത്തിലെ പമ്പുകളിൽ സ്ഥാപിച്ചിരുന്നു. പരിവാഹൻ ഡാറ്റാബേസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്യാമറകളിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് EOL വാഹനങ്ങൾ പിടിച്ചെടുക്കുകയോ പൊളിക്കുന്ന നടപടികളോ തുടങ്ങും. 2025 നവംബർ 1 മുതൽ ഗുരുഗ്രാം, ഫരീദാബാദ്, ഗാസിയാബാദ്, ഗൌതം ബുദ്ധ നഗർ, സോണിപത്ത് എന്നിവിടങ്ങളിലും 2026 ഏപ്രിൽ 1 മുതൽ NCRന്റെ ബാക്കി ഭാഗങ്ങളിലും ഇത് പ്രാബല്യത്തിൽ വരും. 2024 ഡിസംബർ മുതൽ 3.36 കോടി വാഹനങ്ങളെയാണ് പമ്പുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ പകർത്തിയത്. ഇവയിൽ 4.9 ലക്ഷം EOL വാഹനങ്ങളെ കണ്ടെത്തി. 29 ലക്ഷം വാഹനങ്ങൾ മലിനീകരണ സർട്ടിഫിക്കറ്റ് പുതുക്കിയിരുന്നു. പരീക്ഷണ കാലയളവിൽ 44,000 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഓയിൽ കമ്പനികളുമായി സഹകരിച്ചായിരുന്നു കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് പമ്പുകളിൽ നിരീക്ഷണ സംവിധാനം ശക്തമാക്കിയത്. ഫോസിൽ ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും ഇലക്ട്രിക് വാഹന ഉപയോഗം വർദ്ധിപ്പിക്കാനും സർക്കാർ തലത്തിലും പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. 2030ഓടെ ഡൽഹിയിലെ മൊത്തം വാഹനങ്ങളിൽ 30% ഇലക്ട്രിക് ആക്കി മാറ്റാനാണ് ലക്ഷ്യം. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഇൻസെന്റീവ് നൽകുന്നതുൾപ്പെടെയും ആലോചനയിലുണ്ട്.